ദീപക് മലയമ്മ തുടരൂ. നമ്മൾ പറഞ്ഞത് ആളുകൾക്കൊട്ടും കുറവില്ല അല്ലെ, ഒരുപാട് പേർ സാധനങ്ങളൊക്കെ വാങ്ങാൻ എത്തിയിരിക്കുന്നു. ഉണ്ട്, ആളുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഷോപ്പിലേക്ക് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. ഇതിലിങ്ങനെ പല വിധത്തിലുള്ള ടി വികൾ നമുക്ക് ഇടയിലുണ്ട്. അതൊക്കെ വാങ്ങിക്കാൻ വന്നിരിക്കുന്ന ആളുകൾ, കുറച്ച് സ്ത്രീകളൊക്കെ അവിടെയുണ്ട്. നമുക്ക് അവരുടെ അടുത്ത് കൂടി പോയി ചോദിക്കാം അവരൊക്കെ എങ്ങനെയായിരിക്കും ഇതിനെ റിയാക്ട് ചെയ്യുക എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ടി വികളുടെ കാര്യത്തിലൊപ്പം തന്നെ ഹോം കിച്ചൺ അപ്ലയൻസസിൻ്റെ കാര്യത്തിലൊക്കെ വിലക്കുറവുണ്ടാകും. നമസ്കാരം, എന്ത് വാങ്ങിക്കാൻ വന്നതാ? എത്ര ഇഞ്ചിൻ്റെ ടി വിയാ? ഒരു കുട്ടി ടി വി. ഇപ്പോൾ ഇവർ പറയുന്നതേ GST വിലക്കുറവൊക്കെ വന്നല്ലോ, അപ്പോൾ കുട്ടി ടി വി വാങ്ങിക്കണ്ട, അതിലും കുറച്ചുകൂടി വലുത് വാങ്ങിച്ചാൽ ആ കുട്ടി ടി വിയുടെ കാശാവുന്നു. മോനെ പൈസ ഇല്ല മോനെ, ഞാൻ ഒരാളല്ലേ ജോലിക്ക് പോയിട്ട് വന്നിട്ട് മേടിക്കണോ, അപ്പോൾ ഒരു കാണാൻ വേണ്ടിയിട്ട് ഒരു കുട്ടി ടി വി. അപ്പം എന്നിട്ട് വാങ്ങിച്ചോ? 8 രൂപ പൈസ എന്നുണ്ട്. ഹാപ്പിയാണ്? ഹാപ്പി. ഈ പറഞ്ഞതുപോലെയാണ് അവരുടെ ആവശ്യം. ഒരു കുഞ്ഞ് ടി വിയാണ്. ആ കുഞ്ഞ് ടി വി വാങ്ങിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അവർ നീക്കിയിട്ടുണ്ട്. കാശ് കൊടുക്കുന്ന ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ നിരവധിയായ ആളുകൾ വിവിധ മേഖലകളിൽ നിന്ന് എത്തി ഇത്തരം ഇലക്ട്രോണിക് ഷോപ്പുകളിലേക്കൊക്കെ വരുന്നു എന്നുള്ളതാണ്. നിക്ഷാൻ്റെ അടുത്ത് നമുക്ക് ഒന്നുകൂടി ചോദിക്കാം. നിക്ഷാൻ, ഇതിലിപ്പോഴേ ഏറ്റവും കൂടുതൽ ആളുകൾ ഇനിയിപ്പം വാങ്ങിക്കാൻ പോകുന്ന ടി വി തന്നെയായിരിക്കുന്നു. ടി വി എ സിയിൽ ബിക്കോസ് ടി വി ഓഫ് കോഴ്സ് ഒരു പല ആൾക്കാരും ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്യുന്നൊരു ടൈമാണ്. ചെറിയ ടി വിയിൽ നിന്ന് വലിയ ടി വികളിലേക്ക് അല്ലെങ്കിൽ സ്മാർട്ടർ ടി വിയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നൊരു ടൈമാണ്. അപ്പോൾ ആ അപ്ഗ്രേഡ് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി എളുപ്പമായി. AC അതാണ് നമ്മൾ ഇപ്പോഴത്തെ ഒരു ഹോട്ട് പ്രൊഡക്റ്റ്. ഈ ഒരു ചൂടത്ത് AC വളരെ ഒരു നെസസിറ്റിയാണ്. അപ്പം ഈ രണ്ട് പ്രൊഡക്റ്റും നല്ല രീതിയിൽ എന്തായാലും കസ്റ്റമർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പം റോഷ്നി, ഇനി വരുന്നത് ഈ ഉൽപ്പന്ന വിതരണക്കാരെ സംബന്ധിച്ച, വിൽപ്പനക്കാരെ സംബന്ധിച്ച ആശ്വാസകരമായ ദിനമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങൾ സെയിൽസിലാണോ? അതെ. ഈ സെയിൽസിന് ആളുകളൊക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ വിലയിൽ അവർ ചോദിക്കും വില കുറഞ്ഞല്ലോ എന്ന്, എന്താ മറുപടി പറഞ്ഞു? തീർച്ചയായിട്ടും വില കുറവുണ്ട്. എങ്ങനെയൊക്കെ നിങ്ങളത് പറഞ്ഞു? ഓൾറെഡി ഇപ്പം 32 ഇഞ്ച് വാങ്ങിക്കാൻ വരുന്ന കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അത് 43 വരെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ട് ഓൾ പ്രൊഡക്ട്സ്. നേരത്തെ അത് തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, 32 വാങ്ങണ്ട, നിങ്ങൾ 43 വാങ്ങിക്കുന്നു? അങ്ങനെയല്ല, ഇപ്പോൾ നമുക്ക് ബ്രാൻഡിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ സോണി ആണെങ്കിലും അല്ലെങ്കിൽ സാംസങ്, LG ഇതുപോലത്തെ ബ്രാൻഡിലേക്ക് കസ്റ്റമേഴ്സിന് സിമ്പിളായിട്ട് എന്താക്കാം, ഫിനാൻസ് സ്കീം കൂടി ഉണ്ട്, സിമ്പിളായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന പ്രൈസിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായി കാര്യങ്ങൾ? നമുക്ക് വളരെ എളുപ്പമായി. 32 ഇഞ്ച് വാങ്ങാൻ പറ്റുന്ന കസ്റ്റമറെ 43ലേക്ക് ജമ്പ് ചെയ്യാൻ വളരെ എളുപ്പമായി. പക്ഷേ ആ ചിരി കണ്ടില്ലേ, 32 വാങ്ങാൻ വന്നവരെ 43ലേക്ക് മാറ്റാൻ വളരെ എളുപ്പമായി എന്നുള്ളതാണ്. അങ്ങനെയാണ്. അപ്പോൾ ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഗുണകരമാകും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്തരം ഷോപ്പുകളിലേക്ക് വലിയ തിരക്ക് ഉണ്ട് പൊതുവെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, ഓണാഘോഷം കഴിഞ്ഞ് അല്പം ഡൗൺ വരേണ്ട സമയത്താണ് ഈ ഒരു GST സമ്പാദ്യോത്സവം വരുന്നത്. അത് എന്തൊക്കെ പറഞ്ഞാലും ആളുകൾക്ക് ഗുണകരമാകും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഉൽപ്പന്ന വിതരണക്കാരും ഒപ്പം തന്നെ വിൽപ്പനക്കാരും പങ്കുവെക്കുകയും ചെയ്യുന്നത്. ശരി ദീപക് മലയമ്മ, എന്തായാലും സന്തോഷിക്കുന്നവർ നന്നായി സന്തോഷിക്കട്ടെ. TV വാങ്ങാനും AC വാങ്ങാനും ഒക്കെ ആളുകൾ എത്തി. ഈ കിച്ചണിലേക്കുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ വില കുറഞ്ഞ് കിട്ടുമെന്ന് പറയുമ്പോൾ സന്തോഷിക്കുന്ന ഒരുപാട് പേരുണ്ട്.